Okay, next topic is types of takeover on the base of business context. Okay, on the base of business context or on the basis of type of business, takeover is classified into several types. Okay, first one is horizontal takeover. Horizontal takeover means it is the takeover between two companies in the same level. Okay, in the same level. ഒരേ ടൈപ്പ് ഓഫ് ബിസിനസ് ചെയ്യുന്ന ടു കമ്പനീസ് ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ടേക്ക് ഓവർ ചെയ്യുന്നത്. ഓക്കെ, they will be conducting the same business and sometimes it may be in order to increase the market share കൂട്ടാനായിട്ടായിരിക്കാം, അതല്ലെങ്കിൽ in order to use the unused capacity, അതല്ലെങ്കിൽ അവൈലബിൾ കപ്പാസിറ്റി, അതല്ലെങ്കിൽ ബിസിനസ് ഒന്നുകൂടെ ഒന്ന് മോർ ഈസിയർ ആക്കാനായിട്ടായിരിക്കാം, അതല്ലെങ്കിൽ in order to be cost effective or in order to establish a new brand. അങ്ങനെ ഡിഫറെൻറ്റ് എയിംസോട് കൂടിയിട്ടായിരിക്കാം അവരെന്ത് ചെയ്യുന്നത്, ഈ സെയിം ലെവലിലുള്ള ടു കമ്പനീസ് ടേക്ക് ഓവർ ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് വെർട്ടിക്കൽ ടേക്ക് ഓവർ. Okay, vertical takeover means the company acquires another company, okay, but in different levels. Okay, in different levels of in the production supply chain. Okay, different levels means sometimes a manufacturing company will be deciding to take over a spare parts manufacturing company. Okay, raw material manufacturing company. Okay, like that. Sometimes the company may be take overing the supply chain companies. Okay, those who supply the raw materials. Like that, takeover takes place. That is vertical takeover. അതെന്തിനാന്ന് വെച്ചാൽ the whole production system, ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ the whole production system കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കണം ആണ് എന്ത് വെർട്ടിക്കൽ ടേക്ക് ഓവർ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വെർട്ടിക്കൽ ടേക്ക് ഓവർ നടക്കുമ്പോൾ നമുക്ക് വേറൊരു കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ വരുന്നില്ല. കാരണം വി ആർ ടേക്ക് ഓവറിങ് ദാറ്റ് കമ്പനി ഓൾസോ. ഓക്കെ, റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന കമ്പനി കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളത് എടുക്കുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് വെർട്ടിക്കൽ ടേക്ക് ഓവർ ഇൻ ഓർഡർ ടു എസ്റ്റാബ്ലിഷ് കൺട്രോൾ ഓഫ് ദ ഹോൾ പ്രൊഡക്ഷൻ ചെയിൻ. ഓക്കെ, ദെൻ തേർഡ് വൺ ഈസ് ദി conglomerate takeover. Okay, it is the takeover between two companies operating in two different industries. ഒട്ടും റിലേറ്റഡ് അല്ലാത്ത ടു ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസിലുള്ള ടു കമ്പനീസ് തമ്മിൽ ടേക്ക് ഓവർ ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്നതെങ്കിലാണ് അതിനെയാണ് എന്ത് പറയുന്നത്, കോൺഗ്ലോമറേറ്റ് ടേക്ക് ഓവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്തിനാന്ന് വെച്ചാൽ പല ഇൻഡസ്ട്രീസിലും എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്, അതല്ലെങ്കിൽ ബിസിനസ് ഒന്നുകൂടെ കൂടുതൽ എക്സ്പാൻഷൻ എയിം ചെയ്തിട്ടായിരിക്കാം ആണ് എന്ത് കോൺഗ്ലോമറേറ്റ് ടേക്ക് ഓവർ നടക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് റെഡ്യൂസസ് എ പോസിബിലിറ്റി ഓഫ് റിസ്ക് ഓഫ് ലോസ്. നമുക്ക് ഒരു ഇൻഡസ്ട്രിയിൽ ലോസ് ആണെങ്കിൽ വി ഹാവ് ദ പോസിബിലിറ്റി to gain from another industry. We have the possibility of gaining profit from another industry. അപ്പോൾ another ഇൻഡസ്ട്രിയിൽ നമുക്ക് അവിടെ എന്തായിരിക്കാം, പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ ലോസ് ആണെങ്കിലും നമുക്ക് ആ ഇൻഡസ്ട്രിയിൽ പ്രോഫിറ്റ് വെച്ചിട്ട് നമുക്കത് ലോസ് കവർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, we can have a look at an example for conglomerate takeover. For example, the company A specializing in manufacturing radios. Okay, company A is manufacturing radios. Then they decided to take over the company B, which specializes in manufacturing watches. Okay, there are two different industries. First is radio, then second is watches. Okay, so they are getting now the two companies have large customer base or large customer access. Because company A produce ചെയ്യുന്നത് റേഡിയോസ് ആണ്, കമ്പനി ബി പ്രൊഡ്യൂസ് ചെയ്യുന്നത് വാച്ച് ആണ്. കമ്പനി എക്ക് എന്ത് ചെയ്യാം, കമ്പനി ബിയുടെ കസ്റ്റമേഴ്സിനും റേഡിയോസ് സപ്ലൈ ചെയ്യാം. കമ്പനി ബിക്ക് എന്ത് ചെയ്യാം, കമ്പനി എയുടെ കസ്റ്റമേഴ്സിനും അവരുടെ വാച്ചസ് സപ്ലൈ ചെയ്യാം. അപ്പോൾ ലാർജ് കസ്റ്റമർ ബേസ് ആക്സസ് ചെയ്യാനായിട്ട് അവർക്ക് ഈ ഒരു ടേക്ക് ഓവർ കൊണ്ട് അവർക്ക് സാധിക്കും. Okay, that is conglomerate takeover. Okay, then next is reverse takeover.
Okay, reverse takeover. This is takeover of a public company by a smaller company. Takeover of a public company by a smaller company. That is a private company. Smaller company എന്ന് പറയുമ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു പബ്ലിക് കമ്പനീനായിട്ട് എന്ത് ചെയ്യുന്നത്, ടേക്ക് ഓവർ ചെയ്യുന്നത്. ഇത് എന്തിനാണ് മെയിനായിട്ട് അവർ എയിം ചെയ്യുന്നത് എന്ന് വെച്ചാൽ, പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് നമുക്കറിയാം ഓൾറെഡി അത് ലിസ്റ്റഡ് ആയിരിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. അപ്പോൾ അതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനീനായിട്ട് ടേക്ക് ഓവർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, if they are takeovering a public company, then the cost of listing, formalities of listing or get listed in a stock exchange will be